ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റ് പാടെ തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് പതിവിലും ചൂടൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അതിനുശേഷം എന്താ നേരെ കിച്ചണിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കിഴങ്ങറി വെക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ കിഴങ്ങറി വെക്കുന്നത്. അങ്ങനെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ കിഴങ്ങും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലിട്ട് വിസിലടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അതൊരു കിഴങ്ങറിയുടെ കൂടെ തന്നെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ കിഴങ്ങ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇക്ക എണീറ്റിട്ടുണ്ടായിരുന്നു. ഇക്ക കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കിഴങ്ങും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിഴങ്ങ് വെന്ത് കിട്ടും. പിന്നെ ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 4 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. അതുപോലെ ഇത്തവണ പൊടിമാവൊക്കെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട്. ഇക്കൊക്കെ നേരത്തെ ഒന്നും ചപ്പാത്തി തീരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചപ്പാത്തി മൊത്തം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചുട്ടെടുക്കുകയാണ് കേട്ടോ. സാധാരണ ചുട്ടെടുക്കുമ്പോൾ ഞാൻ എണ്ണയൊന്നും ചേർക്കാറില്ല, പക്ഷേ ഇത്തവണ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ കിഴങ്ങും എല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി കിഴങ്ങൊന്ന് താളിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ കിഴങ്ങൊന്ന് താളിക്കുവാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് വറ്റിച്ച് നമ്മൾ പൂരി മസാലയുടെ മസാലയാക്കാന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷെ നോക്കിയപ്പോൾ ഉപ്പ് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ അധികം വറ്റിക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് സവോളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും കിഴങ്ങാറിയും സവോളയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കിഴങ്ങാറി കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ സാധാരണ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഫുഡ് കുളവായി കഴിഞ്ഞാലും ഇക്ക അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ എനിക്കാണ് പാട്. അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ വാവയ്ക്ക് വേണ്ടി ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് നമ്മൾ ഒരു സിമ്പിളായിട്ടൊരു റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ നെയ്ച്ചോറ് പോലെ തന്നെയാണ്, പിന്നെ കൂടെ കിഴങ്ങിട്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ ഒരു വിസിലടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതും സെറ്റായിട്ടുണ്ടായിരുന്നു. ഇത് വാവയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചയ്ക്ക് ഇക്ക വന്ന സമയത്ത് ഇതാ ഇതുപോലെ ഫ്രഷ് യോഗട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാംഗോ ഫ്ലേവറിൽ. അതായത് നമ്മൾ മാംഗോയുടെ ലസ്സിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ മാംഗോയുടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റായിരുന്നു. ഭയങ്കര ക്രീമി ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്ട്രോബെറിയുടെയും മാംഗോയുടെയും ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അതിനുശേഷം ദാ നമ്മൾ ലഞ്ചിനുള്ള പരിപാടിക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ദാ നമ്മൾ മുരിങ്ങയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ചത് കോളിഫ്ലവറൊക്കെ ഇട്ട് വറുത്തരച്ച് വെക്കാമെന്ന് കേട്ടോ. പക്ഷെ വാവ അത് കഴിക്കത്തില്ല. എങ്ങനെ വെച്ചാലും കുറച്ച് എരിവ് കൂടി പോകാറുണ്ട്. അങ്ങനെ പിന്നെ ദാ നമ്മൾ തക്കാളി മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് ചാറ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ആ സമയത്തൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇവിടെ ആണെങ്കിൽ നല്ല റേറ്റുമാണ് മുരിങ്ങയ്ക്കൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് വാവയ്ക്ക് വേണ്ടി ഓറഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളൊരു തുള്ളി പോലും കഴിച്ചില്ലെന്ന് മാത്രമല്ല എല്ലായിടത്തും ഇത് വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. അതിനുശേഷം ദാ നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ വെക്കുന്നുണ്ട്. കാരണം എനിക്ക് തേങ്ങ അരയ്ക്കാൻ ഇതിൽ നിന്ന് തന്നെ ചൂടുവെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം എന്താ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം മുരിങ്ങയ്ക്ക് ഇതുപോലെ തക്കാളി ഇട്ട് ചാറ് കറി വെക്കുമ്പോൾ പച്ച ചെമ്മീൻ അല്ലെങ്കിൽ ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ രണ്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയുള്ള അരപ്പും കൂടി റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തേങ്ങ ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക് വേവിക്കുന്ന അതേ ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുരിങ്ങയ്ക്കായും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ കറി നല്ല തിക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം ഒന്ന് താളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി സെറ്റാവും കേട്ടോ. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഒന്ന് ബജ്ജി ആക്കുന്നുണ്ട്. കോളിഫ്ലവർ ബജ്ജിന്നോ പക്കോട എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നതിലൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇക്കാക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വാവയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ 2 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ചായൻ്റെ കൂടെ ആണെങ്കിലും ശരി, ചോറിൻ്റെ കൂടെ ആണെങ്കിലും ശരി, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇവിടെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അതിനുശേഷം 1 മണിയൊക്കെ ആയ ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. അങ്ങനെ ചോറും അതുപോലെ തന്നെ മുരിങ്ങക്കറിയും പിന്നെ കോളിഫ്ലവർ ഫ്രൈ ആയിരുന്നു എനിക്ക്. പിന്നെ ഇക്കാക്കും വാവയ്ക്ക് ഇന്നലത്തെ ബിരിയാണി മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതാണ് കേട്ടോ കഴിച്ചത്. അതും പെപ്സിയൊക്കെ ആയിട്ട് അവർ കഴിച്ചു. പിന്നീട് ഇക്കയൊക്കെ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ബ്രാൻഡിൻ്റെ നൂഡിൽസാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ എക്സ്ട്രാ സോസും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ല. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത് കഴിക്കുന്നുണ്ട്. കൂടെ നമ്മൾ കടിച്ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഒരു 9:30 ആയ ടൈമിലാണ് കേട്ടോ ഇക്ക വന്നത്. സാധാരണ ഡ്യൂട്ടി ടൈം 9 മണിയൊക്കെയാണ്. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന ടൈമിൽ ഫുഡൊക്കെ ആയിട്ടാട്ടോ വന്നത്. അങ്ങനെ ഇക്കാനെ കണ്ടതും വാവ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് കൊണ്ടുവന്നത് ചിക്കനും അതുപോലെ റൈസുമാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ റൈസ് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് കുബൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുബൂസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്ക് റൈസിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പെപ്സിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫ്രൈഡ് ചിക്കന്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പീസാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഇതാണ് റൈസ്. ഇത് പുലാവ് പോലത്തെ റൈസാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുബൂസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളീ തന്നെ മയോണൈസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാവിക്ക് ഞാൻ റൈസാണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് റൈസും ചിക്കനും ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ പെപ്സി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്.
അതുപോലെ നമ്മൾ ചിക്കൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മൊത്തം ഒന്നും കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇക്കായും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മൾ നോർമൽ മസാലയെ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുബൂസും മയോണൈസും സോസൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുവാണ്. പിന്നെ വാവയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈസാണ് കേട്ടോ കൊടുത്തത്. ആൾക്ക് കുറച്ചൊക്കെ റൈസ് ഇഷ്ടപ്പെട്ട്. എന്നാൽ ഈ റൈസ് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.